ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ പങ്കേ തിയേറ്ററിലാണ്. പുഷ്പ ദ റൂൾ പാർട്ട് 2 വെളുപ്പിനെ 4 മണിക്ക് ഷോ ഉണ്ടായിരുന്നു. പടം വിട്ടിറങ്ങുന്ന പ്രേക്ഷകരോട് നോക്കാം പടം എങ്ങനെയുണ്ടെന്ന്. പടം കണ്ടു. കുഴപ്പമില്ല. സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ടിന് വേണ്ടി വന്നിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിന്റെ കാട്ടി ഗംഭീരമാണ്. തേടുണ്ട് തീരുന്നില്ല. അതെ അതെ, പുഷ്പ ഇന്റർനാഷണൽ സൂപ്പർ. കുഴപ്പമില്ല. അല്ലു അർജുൻ മറ്റേനെക്കാട്ടും നല്ല ഒരു വേറെ ലുക്കിലാണ്. പിന്നെ കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട് പുള്ളിയുടെ പെർഫോമൻസിന്റെ ആക്ടിങ്ങിന്റെ. അതിന്റെ അടിപൊളി പറയാതിരിക്കാൻ വയ്യ. ഓക്കെ. ബോറിംഗ് ആണെന്ന് വെച്ചാൽ അങ്ങനല്ല, കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. ആകാംക്ഷ ഉണ്ടോ? ലാസ്റ്റ് നിർത്തിയിരിക്കുന്നത് അങ്ങനെയാണ്. അത് കൊള്ളാം. ഫൈറ്റ് ഒക്കെ ക്ലൈമാക്സ് ഫൈറ്റ് ഒരു കുഴപ്പമില്ല, കണ്ടിരിക്കാം. കണ്ടിരിക്കാൻ കൊള്ളാം. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലായിരുന്നു, സെക്കൻഡ് ഹാഫ് അപരാധങ്ങൾ കത്തി ഫൈറ്റ് എത്ര ഉണ്ട് ക്ലൈമാക്സ് ഫൈറ്റ് ഒന്നും ഇല്ല, വെറും അലമ്പ. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, കണ്ടിരിക്കുന്നത്. സെക്കൻഡ് ഹാഫ് അലമ്പ. മ്യൂസിക് സെക്കൻഡ് ഹാഫ് ബോറിംഗ് ആണ്. മ്യൂസിക് എങ്ങനെയുണ്ട്? ഒന്നും പറയാനൊന്നുമില്ല. നല്ല ഇത് തന്നെയായിരുന്നു. അവസാനം വരെ കണ്ടിരിക്കാം. പിന്നെ അതിനുവേണ്ടി ഉറപ്പായി കാത്തിരിക്കുക. പകൽ തകർത്ത് കേട്ടോ നമ്മുടെ ആലപ്പുഴയുടെ അഭിമാനം. എന്താണ് പൊതുവെ അവരുടെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും ഇതിനകത്ത് കാണിച്ചത്. എന്നാലും നമുക്കത് ഇഷ്ടപ്പെട്ടു. കൊള്ളായിരുന്നു. നല്ലപോലെ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിനുവേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. ഫസ്റ്റ് പാർട്ടിനെക്കാൾ ബെറ്റർ ആണ്. ഫസ്റ്റ് പാർട്ട് ഒക്കെ കൊള്ളാം. അതിലേറെ നല്ലതായിരിക്കും ഇതെന്ന് തോന്നുന്നു. കാരണം ഇതിന് കുടുംബകഥയായിട്ടാണ് പോകുന്നത്. മ്യൂസിക് എല്ലാം കണ്ടു. മ്യൂസിക്കിൽ ദേവസി പ്രസാദ് തകർത്തിട്ടുണ്ട്. സൗണ്ട് ക്ലാരിറ്റി ഒക്കെ അത് കുഴപ്പമില്ല. അത് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് പാർട്ട് കണ്ടായിരുന്നു. ഫസ്റ്റ് പാർട്ടിനെക്കാളും ബെറ്റർ ആണ്. മ്യൂസിക് ഒക്കെ ഉണ്ട്. കൊള്ളാം. സൗണ്ട് ക്ലാരിറ്റി, പിക്ചർ ക്ലാരിറ്റി ഒക്കെ സൂപ്പർ. അല്ലു അങ്ങനെ ആരെ ഇഷ്ടപ്പെട്ട പടത്തിൽ? എങ്ങനെ ആക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? പാട്ട് നല്ല പാട്ടാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പടത്തിൽ ഇഷ്ടപ്പെട്ട സീൻ ഏതാണ്? ഫസ്റ്റ് ഹാഫ് അല്ലേ? പിന്നെ ഫസ്റ്റ് പാർട്ടാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? സെക്കൻഡ് പാർട്ടാണ് ഇഷ്ടപ്പെട്ടത്? സെക്കൻഡ് പാർട്ട്. പടം ബെറ്റർ ആണ്. ഈ ഉറക്കം ഒഴിഞ്ഞാൽ പ്രതിഫലം ഉണ്ടായോ? 4 മണിക്ക് വന്നല്ലേ? അത്രയ്ക്ക് ബോറായി പ്രതീക്ഷ അത്രയും വന്നില്ല. ഈ ഫഹദ് ആ ഫസ്റ്റിനകത്ത് കണ്ട ആ ഒരു ഇമ്പാക്ട് സെക്കൻഡിൽ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഫസ്റ്റ് കണ്ടിട്ടല്ലേ നമ്മളിത് വന്നത്. അത്ര ഒരു ഇമ്പാക്ട് കിട്ടിയില്ല. ഇത് കേരളത്തില് ഹിറ്റ് ആവുമോ? തോന്നുന്നില്ല. ഇപ്പൊ ഇറങ്ങിയവരെല്ലാരും നെറ്റ് അവർക്ക് ഇഷ്ടപ്പെടും. തെലുങ്കന്മാർക്ക് അവരോട് ചോദിക്കേണ്ടി വരും. അല്ല ബ്രോ, ഇതെന്താ ഫാമിലി ഇമോഷണൽ കയറിയതുകൊണ്ടാണോ അത് നമുക്ക് ഹിറ്റാതെ പോയത്, അതോ ഒട്ടും കണക്ട് ചെയ്യാൻ പറ്റും? അതെ, ഇമോഷൻസ് കുറച്ച് കൂടുതലായിരുന്നു ഫസ്റ്റ് വെച്ചിട്ട്. ഒരുപാട് എനിക്ക് അങ്ങനെ ആധികാരികമായിട്ട് പറയാൻ അറിയാമല്ലോ, എന്നാലും കണ്ടിട്ടൊരു ഫീല് തോന്നില്ല. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു പഴയ ഒരു പുഷ്പ എന്ന ഫയറല്ലേ, ആ ഫയർ ഒന്നും കണ്ടില്ല ഇതിനകത്ത്. ഫ്ലവർ ആയി പോയി. സെക്കൻഡ് ഹാഫ് കണ്ടപ്പോഴത്തേക്കും മറ്റേ എന്തോ സീരിയൽ, കണ്ണീർ സീരിയൽ പോലെ ആയിപ്പോയി. ഭയങ്കര ലാഗായിരുന്നു. പിന്നെ പറയാനായിട്ട് നമ്മൾ ഉദ്ദേശിച്ച ഹൈപ്പിനനുസരിച്ചൊന്നും കിട്ടിയൊന്നുമില്ല, ഒരിക്കലും കിട്ടില്ല. പിന്നെ ഫഹദ് ആസ് യൂഷ്വൽ അഭിനയിച്ച് തകർക്കാൻ നോക്കി. അല്ലു അർജുന്റെ ആക്ടിംഗ് ബേസ് കുഴപ്പമൊന്നുമില്ല. സ്ക്രിപ്റ്റും മൊത്തത്തിൽ ഡയറക്ഷനൊക്കെ ഭയങ്കര ബോറായിരുന്നു. ഒരു കൊടുത്തൊരു ഹൈപ്പിനുള്ള ഒരു ഇത് പടം തന്നില്ല. ഫഹദ് ആസ് യൂഷ്വൽ ഒരു ഞാൻ ക്യാരക്ടർ പറയുന്നില്ല, ആസ് യൂഷ്വൽ അഭിനയത്തില് ബെറ്റർ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അല്ലു അർജുൻ ആണെങ്കിലും ആക്ടേഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഒരു മലയാളി പ്രേക്ഷകർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പോയില്ല. കാര്യം എല്ലാവരും ഫസ്റ്റിന്റെ ആ ഒരു സ്ക്രിപ്റ്റും അതും ആ ഒരു രീതിയൊക്കെ പ്രതീക്ഷയാണ് നിൽക്കുന്നത്. പടം കുഴപ്പമില്ല. ഈ ഒരു പോരായ്മ ഏതെങ്കിലും വിധത്തില് തേർഡില്
പരിഹരിക്കുകയാണെങ്കിൽ മേ ബി ഒരു കംബാക്ക് കൊണ്ടുവരാം. ഈ വെളുപ്പിന് 4 മണിക്ക് കണ്ടിട്ട് എന്തുവാ എന്ന് ചോദിക്കേണ്ട അവസ്ഥ വന്നു. നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. കാര്യം ഫാൻ ഷോ ആണല്ലോ, എല്ലാരും പ്രതീക്ഷയല്ലേ വരുന്നത്. എന്നാലും കന്തുവ കണ്ടിട്ട് നമ്മൾ എന്തുവാന്നാ ചോദിച്ചാ. ഇത് കണ്ടിട്ട് അങ്ങനെ അങ്ങനെ അത്രക്ക് ബോറ് പറയാനൊന്നുമില്ല. ഭേദമാ. അതെ 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 കങ്കുവയ്ക്കൽ ഭേദമാണല്ലോ. അതെ 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 അതിനെല്ലാം ഒക്കെ എന്തായാലും പേര്. ഓക്കെ. മ്യൂസിക് മ്യൂസിക് ഒക്കെ കുഴപ്പമില്ല, എല്ലാം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ അത് കൊള്ളാം. പക്ഷെ പടത്തിന്റെ ഒരു രീതിയുമായിട്ട് ഇച്ചിരി കണക്ഷൻ കുറവാണ്. ഫസ്റ്റ് പാർട്ട് പോലെ ഫസ്റ്റ് പാർട്ടാണ് എന്തുകൊണ്ട് ബെറ്റർ. ആ പാട്ടൊക്കെ ഫസ്റ്റ് പാർട്ടിലാണ്. അതെ, പാട്ടൊക്കെ മലയാളത്തിൽ ഈ പ്രാവശ്യം ഡബ് ചെയ്തിട്ട് ഭയങ്കര മോശം. ഒരു റീലിന് പോലും യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ക്ലാരിറ്റി സൗണ്ട് ക്ലാരിറ്റി ഒക്കെ കണ്ടിട്ടുള്ളത്. സൗണ്ട് ക്ലാരിറ്റി ഒക്കെ ഇപ്പൊ കണ്ട തിയേറ്റർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഓവറായിട്ട് പറയാൻ പറ്റില്ല. കാര്യം ഓരോ തിയേറ്റർ ബേസ് ചെയ്തിരിക്കും. വർക്കുള്ള എന്തായാലും പടം മൊത്തത്തിൽ എടുത്തിരിക്കുന്നതൊക്കെ ഒരു നല്ലതാവുന്ന രീതിയിലാണ്. പക്ഷെ ഇച്ചിരൂടെ ബെറ്റർ ആക്കാൻ വരും എല്ലാ വിധത്തിലും. അതായത് ഒരു പാൻ ഇന്ത്യൻ മൂവിയൊക്കെ ഇറക്കുമ്പോ ഒരു ഓൾ ഇന്ത്യ പ്രേക്ഷകരെ കണക്ട് ചെയ്യുന്ന രീതിയാണ് ഇറക്കാം. അല്ലാതെ ഒരു പർട്ടിക്കുലർ പാർട്ട് മാത്രം പിടിച്ചാൽ നന്നാകത്തില്ല. പിന്നെ എല്ലാരും കാണുക, അതേ സിനിമയല്ലേ. വൈകിട്ടൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഇന്ന് ക്യാൻസൽ ചെയ്യാൻ പോവാ. എങ്ങനെ പടം എങ്ങനെയാ മോനെ? മനസ്സിലാവും. പിന്നെ ഫസ്റ്റ് പാർട്ടാണ് സെക്കൻഡ് പാർട്ടാണ് നല്ലത്? സെക്കൻഡ് പാർട്ട്. തേർഡ് പാർട്ടിന് വെയിറ്റിംഗ് ആണ്. വെയിറ്റിംഗ് കട്ട വെയിറ്റിംഗ്. ഭഗത് നമ്മളെ ആലപ്പുഴക്കാരൻ പകതല്ലേ മാസ് റബ്ബർ റബ്ബർ എന്തോ റബ്ബർ എന്തോ എന്ന് പറഞ്ഞാൽ സിനിമ കാണണം അല്ലേ, അങ്ങനെ മനസ്സിലാക്കും. പടം കൊള്ളായിരുന്നു, കുറച്ച് ഓവറാക്കിയെന്നൊരു ഡൗട്ട്. ലാഗ് ഫീൽ ചെയ്താ? ലാഗ് ഫീൽ ചെയ്താ ചെറുതായിട്ട്, പക്ഷെ കുഴപ്പമില്ല. ലെങ്ത് കൂടിപ്പോയെന്ന് പോലെ. മ്യൂസിക് എല്ലാം എങ്ങനെയുണ്ട്? മ്യൂസിക് കൊള്ളാം. നമ്മുടെ ഫഹദ് ഫാസിലിന്റെ ആക്ടിംഗ് ഒക്കെ അടിപൊളി. അല്ലു പറയണ്ടല്ലോ, ഒന്നൊന്നര അല്ല. തേർഡ് പാർട്ടിന് വെയിറ്റിംഗ് ആണ്. വെയിറ്റിംഗ്